ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. സെക്കൻഡ് ഡേ 2 റൗണ്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ 2 റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റിയെങ്കിലും നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ആയില്ല. പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നും പറഞ്ഞ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് ഞങ്ങൾ നേരെ പോയത് മിറാമർ ബീച്ചിലോട്ടായിരുന്നു. ഇന്നാണ് ഗോവയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസം. അപ്പോൾ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ പോയി കാണുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്ലാൻ. ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞ ചർച്ച്. ഈ ചർച്ച് അത്യാവശ്യം ഫേമസ് ആണ്. ഒരുപാട് ഫിലിംസിലൊക്കെ നമ്മൾ ഈ ഒരു ചർച്ച് കണ്ടിട്ടുണ്ട്. ചർച്ചിന്റെ പരിസരത്തായിട്ട് നമുക്ക് ഹെയർ ലേസിംഗ് ചെയ്യുന്നവരെ കാണാൻ പറ്റും. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതത് തന്നെ നമ്മളെല്ലാ ഗോവ റിലേറ്റഡ് വീഡിയോസിലും കണ്ടിട്ടുള്ള പോർച്ചുഗീസ് സ്ട്രീറ്റ് അഥവാ ഫോണ്ടൻ ഹാസ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ശരിക്കും ഗോവയിലാണെന്നുള്ള റിയാലിറ്റിയിലോട്ട് വന്നത്. കാരണം ഇവിടെ ചായക്കടക്കാൾ കൂടുതൽ ബീവറേജസ് ആണ്. ഈ കാണുന്നതാണ് റെയിൻബോ സ്റ്റേസ്. ഇത് കയറി ചെന്നാൽ നമ്മൾ കാണുന്ന വ്യൂ ആണിത്. അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല. അതിനുശേഷം നമ്മൾ പോയത് ഗോവ മാർക്കറ്റിലോട്ടാണ്. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു റെഡിയായി ഇറങ്ങി. കാരണം ഇന്ന് വൈകിട്ട് തന്നെയാണ് നമ്മുടെ ട്രെയിൻ. സോ ഇതാണ് ഞങ്ങൾ കണ്ട ഗോവ. ശരിക്കും ഞങ്ങളുടെ സങ്കല്പത്തിൽ ഗോവ ഇതല്ല.